കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കുന്നംകുളം താലൂക്ക് ഓഫീസിൽ ചേർന്നു. തഹസിൽദാർമാരുടെ ചേംബറിൽ വെച്ച് ചേർന്ന യോഗത്തിൽ MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിന് തഹസിൽദാർ സ്വാഗതം ആശംസിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംഘാടക സംരക്ഷാധികാരികളായി കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി, ആലത്തൂർ MP K രാധാകൃഷ്ണൻ, ചെയർമാനായി കുന്നംകുളം MLA AC മൊയ്തീൻ, വൈസ് ചെയർമാനായി മണലൂർ MLA മുരളി പെരുന്നെല്ലി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, കൺവീനറായി ഡെപ്യൂട്ടി കളക്ടർ ശാന്തകുമാരി, ജോയിന്റ് കൺവീനർമാരായി ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, പത്മ വേണുഗോപാൽ, ജലീൽ ആദൂർ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കുന്നംകുളം താലൂക്ക് തഹസിൽദാർ OB ഹേമ എന്നിവരെയും 50 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കരുതലും കൈത്താങ്ങും അദാലത്ത് 2024 ഡിസംബർ 27 വെള്ളിയാഴ്ച ബദനി സെന്റ് ജോർജ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്നതിനും പരാതികൾ ഡിസംബർ 6 മുതൽ 13 വരെയുള്ള പ്രവൃത്തിദിനങ്ങളിൽ ഓൺലൈനായും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും താലൂക്ക് ഓഫീസ് മുഖേന നേരിട്ടും നൽകുന്നതായ സംവിധാനങ്ങൾ തീരുമാനമായി. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, പോക്കുവരവ്, അതിർത്തി നിർണയനം, അനധികൃത നിർമ്മാണം, ഭൂമി കയ്യേറ്റം, അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, പോക്കുവരവ്, അതിർത്തി നിർണയം, അനധികൃത നിർമ്മാണം, ഭൂമി കയ്യേറ്റം, അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, നിരസിക്കൽ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ, കെട്ടിട നമ്പർ, നികുതി, വയോജന സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ, റേഷൻ കാർഡ്, APL BPL, ചികിത്സാ ആവശ്യങ്ങൾക്ക് തുടങ്ങി 21ഓളം വിഷയങ്ങളാണ് പരാതി പരിഹാര അദാലത്തിലേക്ക് ക്ഷണിക്കുന്നത്. അദാലത്ത് വിജയകരമാക്കുന്നതിന് വിപുലമായ പ്രചാരണ പരിപാടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വില്ലേജ് ഓഫീസുകൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പത്രമാധ്യമങ്ങൾ എന്നിവ വഴി നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർ TS സുരേഷ് കുമാർ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി.